എനിക്ക് ചെറുക്കന്മാരെ പോലെ താടിയാവും അച്ഛക്ക് കാണാൻ അച്ഛക്ക് ഭയങ്കര വിഷമം. എനിക്ക് ലേഡിയാണ്, അപ്പം പുറത്തുള്ള ലേഡി. പക്ഷേ ഇങ്ങനെ പുള്ളിക്കാരത്തി കേരളത്തിലുള്ള മീൻസ് മലയാളിയാണ്. PCOD PCOS ഒക്കെയുള്ള ആൾക്കാരുടെ കൂടെയില്ല. PCOD PCOS ഒക്കെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് ട്രൂത്ത് എനിക്ക് പറയാനുണ്ട്. അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കാം. കൂടുതൽ ആഗ്രഹിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകും. കുറച്ച് ലോങ് ആണ്, ലെങ്തിയാണ്. നിങ്ങൾ എന്തായാലും കാണണം. നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. സോ കണ്ടിട്ട് പോയോ. ഹലോ, അപ്പോൾ ഞാൻ ഇതിനായിട്ടുള്ള എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റപ്പോൾ തന്നെ ഞാൻ വേഗം റെഡിയാണെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വർക്കിംഗ് ഡേ അല്ല, അവിടെ എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഇന്ന് വർക്കിംഗ് ഡേ അല്ലാതെ വന്നു. അപ്പോൾ നമുക്ക് ഇന്ന് അവധിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ രാവിലെ വിചാരിച്ചു സ്കിൻ കെയർ റൊട്ടീൻ ഒന്ന് കാണിക്കാമെന്ന്. അപ്പം ഈ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് PCOD അല്ലെങ്കിൽ PCOS എന്ന് പറഞ്ഞിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ട്. ഓക്കെ, അതൊരു രോഗം എന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും. ഒരു ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്ന ചില ഇഷ്യൂസ്, ഹോർമോണൽ ഇംബാലൻസ് ആയി സംഭവിക്കുന്നതുകൊണ്ട് വരുന്ന കുറച്ച് ഇഷ്യൂസ് കാരണം ഉണ്ടാകുന്ന ഒരു തരം സംഭവം. അങ്ങനെ വിചാരിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം ഇത് ഫസ്റ്റ് ടൈം ഞാൻ അറിയണത്, ഓൾറെഡി എനിക്ക് ഫസ്റ്റ് ടൈം പീരീഡ്സ് ആയ സമയത്ത് എനിക്ക് ഡിലേ ആയിട്ട് അല്ലെങ്കിൽ വരാറില്ല പീരീഡ്സ്, ആവാറില്ല പീരീഡ്സ്, അല്ലെങ്കിൽ അയാൾ നിൽക്കാറില്ല. അങ്ങനെയൊക്കെയാണ്. എനിക്ക് ഒരു 9 10 പഠിക്കുന്ന ടൈമിൽ എനിക്ക് പീരീഡ്സ് ആയാൽ പിന്നെ നിൽക്കുകയില്ലായിരുന്നു. മീൻസ് ഒരു 50 60 ദിവസമൊക്കെ പീരീഡ്സ് ആയിട്ടേ ഇരിക്കും. പക്ഷെ എനിക്കിത് വീട്ടിൽ പറയാൻ പേടിയാണ്, കാരണം നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ ധാരണയൊന്നും അന്നില്ലായിരുന്നു. അപ്പം ഇങ്ങനെ നിൽക്കാതെ വന്നാലും ഞാൻ വീട്ടിൽ പറയില്ല, അതിങ്ങനെ കൊണ്ട് നടക്കും. എന്നിട്ട് കുറേ നമുക്ക് ഭയങ്കരമായിട്ട് തളർച്ച ക്ഷീണമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഞാൻ എടുത്തോണം എനിക്കിങ്ങനെ പീരീഡ്സ് ആയിട്ട് നിൽക്കുന്നില്ല എന്നൊക്കെ. അപ്പം എന്നെ കുറേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കുറേ ടൈപ്പ് ആയുർവേദത്തിൽ കൊണ്ടുപോയി, ഹോമിയോയിൽ കൊണ്ടുപോയി, അലോപ്പതി കൊണ്ടുപോയി, അങ്ങനെ നമ്മൾ പോകാത്ത സ്ഥാനമില്ല. അപ്പോൾ അവിടെയൊക്കെ ചെന്ന സമയത്ത് ഇതുപോലെ എന്താ വെയിറ്റ് കൂടിയിട്ടാണ്, ഫുഡിൻ്റെ ആണ്, ലൈഫ് സ്റ്റൈലിൻ്റെ ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, അതൊക്കെ ചെയ്താൽ മതി, അല്ലാതെ ഇങ്ങനെ മരുന്നൊന്നും കഴിക്കണ്ട എന്നാണ് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നത്. കാരണം എനിക്ക് അത്ര മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഏജില്ല. സോ മരുന്ന് കഴിക്കേണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കുറച്ച് നാളെ ഞാൻ മരുന്ന് കഴിച്ചില്ല. അത് ആയുർവേദത്തിൽ ചെന്നപ്പോഴാണ് പറയുന്നത് മരുന്ന് കഴിക്കേണ്ട, നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തിട്ട് ഇത് കൺട്രോളിലാക്കാവുന്നതേ ഉള്ളൂ, അപ്പം പീരീഡ്സ് എല്ലാം നോർമൽ ആയിക്കോളും. അങ്ങനെ കുറേ നാൾ പോയി. അങ്ങനെ എനിക്ക് പീരീഡ്സ് ഇങ്ങനെ വരുന്നതൊന്നും എനിക്ക് വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്കതിൻ്റെ ക്ഷീണമുണ്ട്, നമുക്ക് എപ്പോഴും ഉറക്കം ഉള്ളൊരു പോലെയാണ് അവസ്ഥ. ഇപ്പോൾ എത്ര കിടന്ന് ഉറങ്ങിയാലും നമുക്ക് ഉറക്കം തീരില്ല. അങ്ങനെയാണോ? ഇപ്പോഴും അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ്. പക്ഷേ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഹെയർ ഗ്രോത്താണ്. അപ്പോൾ ഞാൻ ഈ ഹെയർ ഗ്രോത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. അപ്പം ഞാൻ ഇപ്പോഴാണെങ്കിൽ പോയി ഞാൻ രാവിലെ എണീറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോഴത്തേക്കിനും ഞാൻ ഫസ്റ്റ് നോക്കുന്നത് ഹെയർ ഗ്രോത്ത് ചെയ്തിട്ടുണ്ടോ, ഹെയർ വളർന്നിട്ടുണ്ടോ, അങ്ങനെ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി പറയാവേ. എനിക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി. ഹെയർ വളരുന്നു, ഹെയർ തിക്കായിട്ട് വളരുന്നു. ഞാൻ എങ്ങനെ പുറത്തിറങ്ങും? ഞാൻ അങ്ങനെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കും, അവരെന്നെ കളിയാക്കുമോ, അവരെന്നെ ചെറുക്കനായിട്ട് കാണുമോ, അതിലെങ്ങനെ ട്രാൻസ്ജെൻഡറായിട്ട് കാണുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു മീൻസ് നമ്മൾ ചെറുക്കന്മാരെ പെൺവേഷം ആയിട്ട് നടക്കൂലേ, അങ്ങനെയൊക്കെ കളിയാക്കുമോ എന്നൊക്കെ ഞാൻ ആരെ കുറ്റം പറയുന്നില്ല. ഞാൻ എൻ്റെ അന്നത്തെ ഒരു മൈൻഡിൽ ഞാൻ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങൾ പറയാം കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പുറത്തോട്ട് ഇറങ്ങാൻ, ആൾക്കാരോട്ട് മിണ്ടാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കും. ഞാനിങ്ങനെ യൂട്യൂബിൽ എപ്പോഴും ഞാൻ സെർച്ച് ചെയ്യാറുണ്ട് എങ്ങനെയാണ് ഹെയർ കളയുന്നത്. അങ്ങനെ എന്നിട്ട് ഞാൻ വീട്ടിൽ എപ്പോഴും ഈ കടലമാവും മഞ്ഞളും ഒക്കെ അരച്ച് എപ്പോഴും ഡെയിലി തേക്കുമായിരുന്നു. പക്ഷേ എനിക്ക് അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. സ്കിന്നിന് കുറച്ച് കളർ ചേഞ്ച് അല്ലെങ്കിൽ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയി എന്നല്ലാതെ എനിക്ക് ഹെയർ ഗ്രോത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. അതങ്ങനെ തന്നെ വന്നുകൊണ്ടിരുന്നു. വളരെ തിക്കായിട്ട് എനിക്ക് ഈ ഭാഗത്തൂടെയൊക്കെ വരുമായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ കുറേ ലേസർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നൊക്കെയാണ് പെർമനൻ്റ് ആയിട്ട് ഇത് മാറണമെങ്കിൽ എന്ന് കണ്ടു. അപ്പം അതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ എൻ്റെ വീട്ടിൽ പറ്റില്ല. അതിന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളില്ല, ഇപ്പോഴും ഇല്ല. അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പം ഞാനിനി ഇങ്ങനെ ആയി പോകുമോ? അപ്പം ഇതുപോലെ എനിക്ക് ഈ ഒരു സൈഡിലും താടിയിലും ഒക്കെയാണ് ഹെയർ ഗ്രോത്ത് ഉള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ചെറുക്കന്മാരെ പോലെ താടിയാവുമോ, ഞാൻ ഇനി എന്ത് ചെയ്യും? എനിക്ക് ആകെ പല ടെൻഷനായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബറിൻ്റെ, ശരിക്കും എനിക്ക് കണ്ടാൽ ഇപ്പോഴും അറിയാം, പക്ഷേ ഞാൻ ആ ഒരു ചാനലിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ. പക്ഷെ ഞാൻ ആ പുള്ളിക്കാരത്തെ ആ ഒരു യൂട്യൂബ് ഒരു ലേഡിയാണ്, അപ്പം പുറത്തുള്ള ലേഡി, പക്ഷേ ഇങ്ങനെ പുള്ളിക്കാരത്തി കേരളത്തിലുള്ള മീൻസ് മലയാളിയാണ്. അപ്പം ഞാൻ എൻ്റെ അടിയിൽ എനിക്ക് റിപ്ലൈ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ കമൻറ്റ് ഇട്ടു, ഞാൻ ഇതുപോലെ ഇതിൽ ഭയങ്കര ഡിപ്രഷൻ അടിച്ചിരിക്കുക, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എനിക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും റെമഡി പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ആ ഒരു വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് ഇട്ടു കേട്ടോ. പക്ഷെ എന്തോ ഒരു ലക്കിന് എനിക്കതിന് റിപ്ലൈ വന്നു. അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞൊരു സൊല്യൂഷനാണ് ഈ ഷുഗർ വാക്സ്
ഉണ്ടാക്കിയിട്ട് ഷുഗർ വാക്സ് വെച്ചിട്ട് നമുക്ക് ഹെയർ കളയാം. അപ്പോൾ അന്ന് തൊട്ട് ഞാനൊരു കുറേ നാൾ മുമ്പ് വരെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഷുഗർ വാക്സ് വെച്ചിട്ടാണ് എൻ്റെ ഫേസിലെ ഹെയർ കളയേണ്ടിയിരുന്നത്. അപ്പം എനിക്ക് അത് ആ ഒരു ടിപ്പ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. കാരണം എനിക്ക് എന്താ പറയുക, ഇനി ഞാൻ എൻ്റെ ഫേസിൽ എപ്പോഴും ഹെയർ ഗ്രോ ആയിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് വളർന്നാലും എനിക്കിത് വാക്സ് ചെയ്ത് കളയാലോ എന്നുള്ളൊരു സമാധാനത്തിലോട്ടുള്ളൊരു ഫേസിലോട്ട് ഞാൻ എത്തിയപ്പോഴത്തേക്കിനും അപ്പോൾ എനിക്ക് ഓക്കെ. പിന്നെ ഞാൻ മിക്കപ്പോഴും ഹെയർ വാക്സ് ചെയ്യാനായിട്ട് തുടങ്ങി ഫേസിലേക്ക്. പക്ഷേ എൻ്റെ വീട്ടിൽ ഇത് ഞാൻ ഇങ്ങനെ വാക്സ് ചെയ്തിട്ട് ഇങ്ങനെ വാക്സ് ഇങ്ങനെ തേച്ചിട്ട് വലിച്ചിട്ടാണല്ലോ വരയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടുകാരുടെ പ്രത്യേകിച്ച് എൻ്റെ അച്ഛക്ക് കാണാൻ അച്ഛക്ക് ഭയങ്കര വിഷമം. എനിക്ക് ഇത്ര വേദന സഹിച്ചില്ല ഇത് വലിച്ചു വലിക്കുന്നത്. അച്ഛനക്ക് അതല്ലാതെ കുറച്ച് പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ചു തന്നായിരുന്നു. ഈ എന്താ ഇങ്ങനെ പെൻ പോലെ ഇരിക്കുന്ന പ്രൊഡക്റ്റൊക്കെ ജസ്റ്റ് അത് ഓൺ ചെയ്തിട്ട് ബാറ്ററി ഇട്ട് ഓൺ ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് വയ്ക്കുമ്പോഴത്തേക്കിനും ഹെയർ ട്രിം ചെയ്യുന്ന ടൈപ്പ് സാധനമൊക്കെ വാങ്ങിച്ചു. പക്ഷേ അതൊന്നും നിങ്ങൾ പേഴ്സണലി വാങ്ങിക്കേണ്ടത് ഞാൻ പറയത്തില്ല. കാരണം എന്താ വെച്ചാൽ അതൊക്കെ കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് പോകും. നമുക്ക് വെറുതെ നമ്മുടെ പൈസ കളയാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം ഹെയർ വാക്സ് കണ്ടുപിടിച്ച് ഹെയർ വാക്സ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി. പിന്നെ കുറേ ആയി കഴിഞ്ഞിട്ട് ആ ഒരു ടൈം എന്ന് വെച്ചാൽ ഈ കൊറോണ ടൈം ഒക്കെ ആയിരുന്നു. എനിക്ക് ഇങ്ങോട്ട് പോകേണ്ട വീട്ടിൽ തന്നെയായിരുന്നു. സോ എനിക്ക് ഇച്ചിരി നമുക്ക് ഹെയർ വാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെയർ കുറച്ചൊന്നും കളയണം. എങ്കിൽ മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് വാക്സ് ചെയ്താൽ ഹെയർ ഫുള്ളായിട്ട് പോവുള്ളൂ. അപ്പോൾ നമുക്കൊരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ വരെ ഹെയർ പിന്നെ വളർന്ന് വരാൻ കുറച്ച് ടൈം എടുക്കുള്ളൂ. അതുവരെ നമുക്ക് വാക്സിയോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരത്തില്ല, നമ്മൾ ഫ്രീ ആയി. അപ്പം എനിക്കിത് കൊറോണയുടെ ടൈമൊക്കെ കഴിഞ്ഞ് കോളേജിലോട്ടൊക്കെ പിന്നെയും പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പിന്നെ ഇത് ഇഷ്യൂ ആയി. കാരണം എനിക്കിത് ഹെയർ കുറച്ച് വളർന്നെങ്കിൽ മാത്രമേ എനിക്കിത് വാക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് വരില്ല. അപ്പോൾ പിന്നെ എനിക്ക് പ്രശ്നമായി, ഇനി ഞാൻ എന്ത് ചെയ്യും. കാരണം ആ ഒരു ടൈമിൽ പിന്നെ മാസ്ക് ഒക്കെ വെച്ച് നടക്കുന്നത് പിന്നെ വലിയ പ്രശ്നമില്ല. മാസ്കും കൂടെ മാറ്റം കഴിയുമ്പോൾ എനിക്ക് പിന്നെ കുറച്ചും കൂടെ ഇഷ്യൂ ആയത്. ഇനി ഞാൻ എന്ത് ചെയ്യും, ഹെയർ വാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് വളരണം, അതുവരെ ഞാൻ ഇത് മൂത്ത് വെച്ചിട്ടാണല്ലോ പോകാൻ, അങ്ങനെയൊക്കെ കുറേ ചിന്തിച്ചത് എനിക്ക് ആകെ ടെൻഷനായിരുന്നു. അതെനിക്കിപ്പോഴും ഓർക്കുമ്പോൾ എനിക്കറിയത്തില്ല. കാരണം എനിക്കപ്പോൾ വെച്ചാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും അങ്ങനെയൊക്കെ ഒരു മൈൻഡ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ വാക്സ് വല്ല ചെയ്യുന്നത്, ഞാൻ ഷേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഷേവിങ് എനിക്ക് കുറച്ചും കൂടെ എളുപ്പം. ഷേവ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് നമുക്ക് ഓൺലൈനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും. ബട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ പണ്ടത്തെ കാലത്ത് നമ്മുടെ അച്ഛന്മാരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഷേവിങ് സെറ്റ് ഉണ്ടാവുമല്ലോ, അതാട്ടോ കാണിച്ചു തരാം. ഈ ഒരു സംഭവം എനിക്ക് എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇതൊക്കെയാണ് എൻ്റെ അച്ഛൻ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഇതിൽ ബ്ലേഡ് ഇട്ടിട്ട് നോർമൽ ബ്ലേഡ് ഇട്ടിട്ടാണ് ഞാൻ ഷേവ് ചെയ്യാനായിട്ട്. ബ്ലേഡ് എപ്പോഴും വാങ്ങിച്ചിട്ടുണ്ടാവും, ഇതിലിട്ടും ഷേവ് ചെയ്യും. കാരണം ബ്ലേഡിന് നമുക്ക് 10 രൂപ മുതൽ കിട്ടും. ഇല്ലേ, ഇങ്ങനെ ഒരു പാക്കറ്റിന് 10 രൂപയുള്ളൂ. ഇതിൽ ഒരു 10 എണ്ണമൊക്കെ ഉണ്ടാവായിരിക്കും. അതാണെങ്കിൽ 25-30 രൂപയൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് എന്താ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു സംഭവം നമ്മളുണ്ടെങ്കിൽ ബ്ലേഡ് മാത്രം വാങ്ങിച്ചാൽ മതി. നമ്മൾ പിന്നെ ഇത് നമ്മൾ വടിക്കുമ്പോൾ സേഫായിട്ട് വടിക്കാനായിട്ട് നോക്കുക, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം എന്നെപ്പോലെ ഇതുപോലെയൊക്കെ ചിന്തിച്ചും ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളതിനെ ഒന്ന് നോർമലൈസ് ചെയ്ത് കണ്ടാൽ മതി. PCOS ഉണ്ട്, അല്ലെങ്കിൽ PCOD ഉണ്ട്, അത്രയേ ഉള്ളൂ. ഹെയർ വളരുന്നുണ്ട്, ഓക്കെ, അത് വാക്സ് ചെയ്യാം, അതല്ലെങ്കിൽ ഷേവ് ചെയ്യാം, തീർന്ന പരിപാടിയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് പൈസയ്ക്ക് ആവുന്ന സമയത്ത് നമുക്ക് ലേസർ ചെയ്യാം, അതത്രേ ഉള്ളൂന്നേ. അല്ലാതെ അതിനുവേണ്ടി നിങ്ങൾ ചിന്തിച്ച് കാട് കയറി ഡിപ്രഷൻ അടിച്ച് വിഷമിച്ച് നിങ്ങൾ റൂമിനകത്തൊന്നും ഇരിക്കണ്ട. അങ്ങനെ റൂമിനകത്ത് മാത്രം ഇരുന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പം അതൊക്കെ ചിന്തിക്കുമ്പോൾ എന്തിനാ അങ്ങനെ ഇരുന്നേന്നുള്ളൊരു തോന്നലാണ്. സോ എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ എടുത്ത് പറയാനുള്ളത്, നിങ്ങൾ അതൊന്നും ചിന്തിച്ച് സമയം വെറുതെ വേസ്റ്റ് ആവണം. നമുക്ക് മുമ്പോട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടാവും, കുറേ ഗോൾസ് ഉണ്ടാവും, ഡ്രീംസ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യും. അപ്പം നമുക്കിനി ഞാൻ കൂടുതൽ പറഞ്ഞ് ഞാൻ ആഗ്രഹിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് എൻ്റെ മോർണിംഗ് റൂട്ടീൻ. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ നോക്കിയപ്പം കുറച്ച് ഹെയർ വളർന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പ്ലാനുണ്ട്. സോ എന്താണ്, നമുക്ക് ഈ ഹെയറൊക്കെ ഷേവ് ചെയ്ത് കളയാം ഫസ്റ്റ്. എന്നിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. അപ്പം ഹെയർ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ഞാൻ അതേപോലെ ഇങ്ങനെ ഊരിയെടുക്കാം. ഞാനിങ്ങനെ ഊരിയെടുത്തിട്ട് ബ്ലേഡ് ഇട്ടിട്ട് ഹെയർ നമുക്കിങ്ങനെ നോക്കിയിട്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം. മോയ്സ്ചറൈസർ എടുത്തിരിക്കുന്നുണ്ട്, ഞാൻ മോയ്സ്ചറൈസർ ഇട്ടേ ഉള്ളൂ. ഹെയർ ഗ്രോത്ത് ഉള്ള ഭാഗത്തൊക്കെ മോയ്സ്ചറൈസർ തേക്കാം. കണ്ണാടി കൂടെ എടുക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ കണ്ടുകൂടാ. ഓക്കെ, അതെ, നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് ഇങ്ങോട്ട് കണ്ടോ, ഇങ്ങനെ കുരുകുരുകൊണ്ട് പോലെ. ഇതാണ് എൻ്റെ ഫേസിൻ്റെ അവസ്ഥ. അപ്പം ഞാൻ ഇപ്പോൾ ഓഫീസിൽ പോകണമെങ്കിലും ഞാൻ ഡെയിലി ഷേവ് ചെയ്യും, ഡെയിലി ഷേവ് ചെയ്യും. കാരണം വാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെയർ അത്രയും വളരണം. അപ്പോൾ അത്രയും നാളെ എനിക്കത് ഇങ്ങനെ വെച്ച് നടക്കാൻ താല്പര്യമില്ല, എനിക്കിഷ്ടമില്ല ഹെയർ ഫേസിലുള്ളത്.
അതുകൊണ്ട് എനിക്ക് എളുപ്പമായതുകൊണ്ട് ഞാനിത് ചെയ്യും. ചിലപ്പം ഡെയിലി ചെയ്യേണ്ടി വരും, ചിലപ്പം അത് എനിക്കറിയത്തില്ല. ഹെയർ പലപ്പോഴും പല ടൈം എടുക്കും. ചിലപ്പോൾ ഞാൻ 2 ദിവസം കൊണ്ടാക്കി ഷേവ് ചെയ്യുന്നത്, ചിലപ്പോൾ 3 ദിവസം കൂടി ആയിരിക്കും, ചിലപ്പോൾ ഞാൻ ഡെയിലി ചെയ്യേണ്ടി വരും. അത് ഹെയർ എങ്ങനെയാണോ ഗ്രോ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഞാൻ എല്ലാവരും ഇങ്ങനെ എന്തോ ഷേവ് ചെയ്യാമെന്ന് ആവാതെ ഞാൻ നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്യുന്നത്. എനിക്ക് അപ്പോഴാണ് കുറച്ചും കൂടി പ്ലെയിൻ ആവുക എന്ന് തോന്നുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് പേരിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ ഇങ്ങനെ കുറ്റി കുറ്റി കുറ്റിയായിട്ടിരിക്കുന്ന പോലെ തോന്നും. എന്നിട്ട് നല്ല അത്യാവശ്യം ബ്ലാക്ക് കളറിൽ കട്ടിക്ക് തന്നെയാണ് എനിക്ക് ഹെയർ വരുന്നത്. എനിക്ക് ഷേവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴല്ല കേട്ടോ അങ്ങനെ കട്ടിയായിട്ട് വരുന്നത്. ഇതെനിക്ക് ഓൾറെഡി വരുന്ന ടൈം തൊട്ടേ അങ്ങനെയാണ് വളരുന്നത്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പം ഞാനിത് പറയാൻ കാരണം എന്നെപ്പോലെ ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. അവർ മാത്രമല്ല, ഇതുപോലെ ഇങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന്. അതിനെ നമ്മൾ മൈൻഡാക്കണ്ടെന്നേ. ഇതിന് മൈൻഡാക്കാൻ പോകുമ്പോഴാണ് നമുക്ക് ടെൻഷനും അയ്യോ ആൾക്കാർ എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ തോന്നും. ഇതിനെ നമുക്ക് എന്താ പറയുക, നമുക്കിപ്പോൾ എന്താ രാവിലെ പല്ല് വെക്കണം, കുളിക്കണം, ഡ്രസ്സ് ഇടണം, റെഡി ആവണം, മുടി ചെയ്യണം, കെട്ടണം, ഇതൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഓഫീസിലും കോളേജിലും ഒക്കെ സ്കൂളിലൊക്കെ പോകുന്നത്. അതുപോലെ നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ള രീതിക്ക് ഇതിനെ കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അന്ന് ഞാൻ ആ യൂട്യൂബറിൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുമ്പം ഇന്ന് ഞാൻ ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ വന്നിരുന്ന് പറയും എന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല കേട്ടോ. എൻ്റെ ഒരു വീഡിയോ എത്ര ആൾക്കാർ കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് കുഴപ്പമുണ്ടാവും. ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുന്ന ഓരോരുത്തരും PCOD റിലേറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ? ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഈ ഒരു സംഭവം ഓക്കെ ആയതുകൊണ്ടാട്ടോ ഞാൻ ചെയ്യണേ. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത് ചെയ്യാം, മറ്റുള്ളവർ എന്ത് പറയുന്നൊന്നും വിചാരിക്കില്ല. ആദ്യം ഞാൻ വിചാരിച്ചു നിങ്ങളെ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വെച്ച് ഷേവ് ചെയ്ത് കാണിക്കാം എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കിതിൽ എൻ്റെ ഈ ഒരു ചാനൽ ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാനാണ് എനിക്കിഷ്ടം. സോ ഞാൻ എന്തിനാണ് ഫേക്കായിട്ട് ഒരു പ്രൊഡക്റ്റ് കാണിച്ചിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്? അതിനും നല്ലത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രൊഡക്റ്റ് കാണിച്ചാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കാണിച്ചിട്ട്. അപ്പം ഇത് കണ്ടിട്ട് എന്ന് പറയുന്നവരുണ്ടാവും, പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പറയുക എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്തു. മീൻസ് എനിക്ക് എന്താണ് ശരി അത് ഞാൻ ചെയ്തു. ഇന്ന് വരെ ചെയ്ത കാര്യങ്ങളും ശരിയാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനും ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഷേവ് ചെയ്തു ഇനി നമുക്ക് ഫേസ് വാഷ് ചെയ്യാം കേട്ടോ. ഞാൻ ഫേസ് വാഷ് ഇട്ട് വരാവേ. ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് തന്നെ ഈ ഒരെണ്ണം. ഇത് ഡോട്ടാങ്കിയുടെ വൈറ്റമിൻ C+C സൂപ്പർ ബ്രൈറ്റ് ജെൽ ഫേസ് വാഷാണ്. ഇതാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് പറയുമോ? ഇത് ഡൾനെസ്സും ടാനിനെ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ ഓൾ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചോളൂ. എമൗണ്ട് ഇതിന് 249 രൂപയാണ് വരുന്നത്. ഇത് വാങ്ങിക്കാൻ പറ്റുന്നവരുണ്ടാവാം, പറ്റാത്തവരുണ്ടാവാം കേട്ടോ. നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് വാങ്ങിച്ചു നോക്കുള്ളൂ, നല്ല പ്രൊഡക്റ്റാണ്. അപ്പം ഫേസ് കൈ കണ്ടിട്ട് നമുക്ക് ഇനി ടോണർ ഇടാം. ഇത് ഞാൻ ഇന്നലെ യൂസ് ചെയ്യുന്നതെല്ലാം ഡോട്ടാങ്കിയുടെ കേട്ടോ. ഇത് ടോണറാണ്. ഇതല്ല നല്ല ക്യൂട്ട് ബോട്ടിൽ, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എടുത്തു. ഞാൻ യൂസ് ചെയ്തപോലെ ഷേവ് ചെയ്യാനൊക്കെ നിൽക്കുന്നവർ ശ്രദ്ധിക്കുക. നേരാവണ്ണം നമ്മൾ സമയമെടുത്ത് ചെയ്യുക. ഞാനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, എനിക്ക് എളുപ്പമാണ് ചെയ്യാൻ വേണ്ടി. ആദ്യമായിട്ടൊക്കെ പരീക്ഷിക്കുന്നതായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് ചെയ്യരുത്, നമുക്കൊക്കെ മുറിയും. സോ നിങ്ങൾ ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ. ഞാൻ ചെയ്യാൻ പറയില്ല ഒരിക്കലും. നിങ്ങൾക്ക്
നിങ്ങൾ എപ്പോഴും വേറെ എന്തെങ്കിലും സേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ എനിക്ക് ആ ടൈമിൽ ഞാൻ ഇത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേറെ ഒന്നും വാങ്ങിക്കാനുള്ള ക്യാഷും എൻ്റെ കയ്യിൽ ഉണ്ടാകുന്നില്ല. സോ ഞാൻ ഇത് ഇപ്പോഴും ഇതെൻ്റെ അച്ഛൻ തന്നെയാണ്, ഞാൻ വീട്ടിൽ നിന്ന് എടുത്തതാണ്. വീട്ടിൽ നിന്ന് എടുത്താട്ടോ, അതെന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബ്ലേഡ് മാത്രം മാറ്റുന്നു, അത് പോകുന്നതാണ് ഞാൻ അതിനെ യൂസ് ചെയ്യും. ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ സെറം ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഏതാ സെറം കാണിച്ചാൽ ഇതും പ്രോട്ടാനിയുടെ തന്നെ സ്ട്രോബെറി ബ്രൈറ്റ് 10% നയാസിനമൈഡ് ഫേസിലാണ്. അപ്പം ഞാനിത് ഒരു കുറച്ച് എടുത്തിട്ട് ഫേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. മുമ്പ് എടുത്ത സെയിം മോയ്സ്ചറൈസറാണ്, ഇതിട്ടാണ് ഞാൻ ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാണുന്നുണ്ടോ നോക്കട്ടെ. ഫോണിൽ നിന്ന് ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. പ്രൊഡക്റ്റ് ഇത് സിറമൈഡ്സ് ആൻഡ് ഹൈഡ്രോണിക് ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസറാണ്. പ്രോബയോട്ടിക്സ് ആൻഡ് റൈസ് വാട്ടർ വരുന്നുണ്ട് കേട്ടോ. ഇതെനിക്കിഷ്ടമാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ട്യൂബാണ്. ഇത് ഡ്രൈ കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിൻസിനൊക്കെ സ്യൂട്ടബിൾ ആട്ടോ. ഇത് നന്നായിട്ട് മോയ്സ്ചറായിട്ട് ഇടുന്നു ഫിക്സിക്ക്. അപ്പോൾ ഇത് ഞാൻ ഇട്ടില്ലേ, ഞാൻ എന്തുവാ നിങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നടന്നു പോകുന്നു. അപ്പം ഇത് കുറച്ചെടുത്ത് തുള്ളി എടുക്കുന്നുള്ളൂ. ഇത് ഫേസിൽ ഇട്ട് കൊടുക്കാം. അല്ല നമ്മൾ ഫേസിലൊക്കെ ഇട്ട് കൊടുക്കും തന്നെ ഒരു ചെറിയൊരു ഇതുണ്ട്. ഫേസിലേ ഇങ്ങനെ നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനുണ്ട്. അപ്പം സൺസ്ക്രീൻ പുറത്തോട്ടൊന്നും പോകുന്നില്ലെങ്കിലും ഞാൻ ടിൻറ്റഡ് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഫേസിലാണ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതും ഡോട്ടാൻ്റെ തന്നെയാണ്. സാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാട്ടോ ടിൻറ്റഡ് സൺസ്ക്രീനിൻ്റെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ ലിങ്ക് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ എന്താ പറയുക, എൻ്റെ ബയോയിൽ ഞാൻ ഇതിൻ്റെ എല്ലാ ലിങ്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെയും ചെക്ക് ചെയ്യാം. ഇല്ലേ ഫേസിൽ പെട്ടെന്ന് ഒരു ഗ്ലോയും പെട്ടെന്ന് ബ്രൈറ്റായി വരുന്നില്ലേ, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഞാൻ ലിപ് ബാം ഓർഡർ ഇട്ട് കൊടുത്തായിരുന്നു. നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക്കാണ്. ഇത് മാർസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് 22 ഷെയ്ഡാണ്. ബെസ്കിറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളിയാണ്, എനിക്കിഷ്ടമാണ്. ഞാൻ എപ്പോഴും ഈ ഒരു ടൈപ്പ് ഷെയ്ഡുകളാണ് കൂടുതലും വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് ഈ ഒരു ടൈപ്പ് ഷെയ്ഡുകൾ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഞാൻ സ്കിൻ കെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ മേക്കപ്പ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അതെപ്പോഴും അങ്ങനെയാണ്. മേക്കപ്പ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, സ്കിൻ കെയർ ചെയ്തു. പിന്നെ ചിലപ്പോഴാണെങ്കിൽ ഈ ഒരു പൗഡർ ഇടും. ഇത് നൈസ് പൗഡർ, എനിക്കിഷ്ടമാണ്. പ്രത്യേകിച്ച് ചൂടൊക്കെ ഉള്ള സമയത്ത് നല്ലൊരു കുറേ ഉണ്ട് ഉള്ളൂ. കാരണം അതിന് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ നല്ലതാണ് കേട്ടോ. ഞാൻ നേരത്തെ യൂസ് ചെയ്യുന്ന എൻ്റെ സോപ്പും ഉണ്ട്, അത് എനിക്കിഷ്ടമാണ് കോളിൻ്റെ. അപ്പം അതിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇടുന്നില്ല. വേണം തോന്നുകയാണെങ്കിൽ കുറച്ച് ഇടാൻ തോന്നുന്നു. കാരണം കണ്ണിൻ്റെ അടിയിൽ കുറച്ച് ഒരു മാതിരിയുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കണ്ണിൻ്റെ അടിയിലൊക്കെ ഇട്ട് ഒരു പൗഡർ ഇടാം കേട്ടോ. കണ്ണിൻ്റെ അടിയിൽ കണ്ണിൻ്റെ മുകളിലൊക്കെ ഇടാം. ഞാനിപ്പോൾ ചെയ്തില്ല, ഞാൻ എന്നും ചെയ്യുന്ന എൻ്റേതായിട്ടുള്ള റൊട്ടീനാണ്. ഫേക്കൊന്നും അല്ല ഗൈസ്. അപ്പം ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത്. ഇതേപോലെയാണ് ഞാൻ ഓഫീസിൽ പോകുന്നത്. ചിലപ്പോൾ മുടി കെട്ടി വെക്കും, ചിലപ്പോൾ മുടി അയച്ച് ഡ്രസ് ചെയ്ത് പോകും. ഇത്രയൊക്കെയുള്ളൂ. അപ്പം നമുക്ക് എന്താണ് പറയാനുള്ളത്, എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം. എനിക്ക് മാത്രമേ എനിക്ക് തുടർന്ന് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യണം, കൂടുതൽ എക്സ്പീരിയൻസ് പറയണം, ഓരോ പ്രൊഡക്റ്റ്സ് റിവ്യൂ ചെയ്യണം, എൻ്റെ ലൈഫ് സ്റ്റൈൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരണം. അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ
എൻ്റെ പേര് നയന എന്നാണ്. ഞാൻ മറന്നു പോകും പല വീഡിയോസിലും എൻ്റെ പേര് പറയാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരും ഇറ്റ്സ് നയന പ്രതീഷ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജനുവൽ കണ്ടൻസ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ഹോം DIYs, അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ഞാനൊരു വെയിറ്റ് ലോസ് ജേർണി ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചലഞ്ചിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടാവുന്നതാണ്. അപ്പം അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇൻട്രസ്റ്റഡ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പോസ്റ്റും കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ സജഷൻ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസും ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ ബൈ.